മോണരോഗത്തിന്റെ ശ്രദ്ധിക്കേണ്ട 4 ലക്ഷണങ്ങൾ. 30 വയസ്സിന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ അഡൽട്സിനും മോണരോഗം എന്നുള്ളതാണ് കണക്ക്. ഹായ്, ഞാൻ ഡോക്ടർ അക്സർ ഗസൽ. മോണരോഗം അഥവാ പെരിഡോണൽ ഡിസീസ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയി ഉണ്ടാവുന്നതാണ്. പെയിനുകൾ വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്. പക്ഷേ ഏർലി സ്റ്റേജിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് പ്രിവെന്റബിളുമാണ്. ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ഗംസ്, എസ്പെഷ്യലി വെൻ യു ആർ ബ്രഷിംഗ് ആൻഡ് ഫ്ലോസിംഗ്. ഹെൽത്തി ഗംസ് ബ്ലീഡ് ചെയ്യുകയില്ല. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നാണ്. രണ്ടാമത്തെ സൈനാണ് സ്വെല്ലിംഗ് ഓർ റെഡ് കളേർഡ് ഗംസ്. ഡോണ്ട് ഇഗ്നോർ ദിസ് വാർണിംഗ്. നിങ്ങൾ നിങ്ങളുടെ മോൺ ശ്രദ്ധിച്ചാൽ റെഡ് കളറോ അല്ലെങ്കിൽ സ്വെള്ളനായിട്ടോ കാണുകയാണെങ്കിൽ അവിടെയും ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹെൽത്തി ഗം ഫേം ആൻഡ് പിങ്ക് കളർ ആയിരിക്കും. മൂന്നാമത്തെ സൈൻ ആയിട്ടുള്ളതാണ് ഡിസ്കംഫോർട്ടോ സെൻസിറ്റിവിറ്റിയോ എല്ലാം ഉണ്ടാവുക. നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ മോണയിൽ എങ്ങാനും വിങ്ങലോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള പെയിൻ പോലെ എങ്ങാനും ഉണ്ടെങ്കിൽ അതും മോണരോഗത്തിന്റെ ലക്ഷണമാണ്. നാലാമതായാണ് ഗം റിസിഷൻ. മോണ നോർമൽ ലെവലിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ഗം റിസിഷൻ എന്ന് പറയുന്നത്. മോണരോഗത്തിന്റെ അഡ്വാൻസ് സ്റ്റേജ് എത്തുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഗം റിസിഷൻ പല്ലിന്റെ അപ്പിയറൻസിന് മാത്രമല്ല ഗ്രാജുവലി സെൻസിറ്റിവിറ്റിയും ലോങ് എക്സ്ട്രീമെന്റ് ആവുമ്പോൾ പല്ല് നഷ്ടപ്പെടുകയും ചെയ്യും. ഡോണ്ട് വെയിറ്റ് അണ്ടിൽ ഇറ്റ് ഈസ് ടു ലേറ്റ്. ഹെൽത്തി ഗംസ്, ഹെൽത്തി സ്മൈൽ. ഇപ്പോഴത്തെ ടൂത്ത് ഫ്രണ്ട്ലി ടിപ്സിനായി ഫോളോ ചെയ്യാനും ഫ്രണ്ട്സുമൊത്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഡോക്ടർ ജി.